അലബാമയിലെ മേപ്പിൾ ഹിൽ സെമിത്തേരിക്ക് ഒരു ഡേർട്ടി സീക്രട്ട് ഉണ്ട്. ആ സെമിത്തേരിയിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അവിടുത്തെ ലോക്കൽസ് അതിനെ വിളിക്കുന്നത് ദ ഡെഡ് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് എന്നാണ്. ആ പ്ലേ ഗ്രൗണ്ട് നല്ല സ്പൂക്കി ഫീലിംഗ് ആണ്. ആ പ്ലേ ഗ്രൗണ്ട് നിറയെ നല്ല ഉയരത്തിലുള്ള ബീച്ച് ട്രീസായി നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് അധികം സൺലൈറ്റ് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ ആ പാർക്കിന് നല്ല സാഡ് അല്ലെങ്കിൽ ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള ഫീലാണ്. 2007 ഒരു ദിവസം ആ പാർക്കിലെ പഴയ പ്ലേയിങ് എക്യുപ്മെന്റ്സ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു, അവിടുത്തെ സെമിത്തേരിക്ക് വീതി കൂട്ടാൻ. അപ്പോൾ അവിടുത്തെ ലോക്കൽസിനൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചു. ആളുകളുടെ പ്രതികരണം കാരണം ആ പാർക്ക് അങ്ങനെ തന്നെ വെക്കാൻ തീരുമാനിച്ച് അവിടെ പുതിയ എക്യുപ്മെന്റ്സ് കൊണ്ടുവച്ചു. ആ പ്ലേ ഗ്രൗണ്ടിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹ്യൂജ് ഓപ്പൺ ഏരിയ ഉണ്ട്. അവിടുത്തെ ലോക്കൽ ലെജൻഡ്സ് പറയുന്നത് ഒരു സീരിയൽ ചൈൽഡ് മർഡറർ 40 കുട്ടികളെ കൊന്ന് അവിടെയാണ് അവരുടെ ബോഡീസ് ഡംപ് ചെയ്തത്. ഇതൊരു അർബൻ ലെജൻഡാണ്, പക്ഷെ ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ പാർക്കിൽ കുട്ടികളുടെ കല്ലറ ഒരുപാടുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ അത് പ്രേതങ്ങളുടെ ബെഡ്റൂം ആണെന്ന് ലോക്കൽസ് പറയുന്നു. ഡെക്കേഡുകളായി അവിടുത്തെ ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഫ്ലോട്ടിംഗ് ഓർബ്സ്, ഓടിക്കളിക്കുന്ന ചെറിയ കുട്ടികളുടെ കാലിന്റെ ശബ്ദം, കുട്ടികളുടെ ചിരിക്കുന്ന ശബ്ദം, കാറ്റില്ലെങ്കിൽ പോലും ഊഞ്ഞാലുകൾ തനിയെ ആടുന്നത്. Things happen like the swings will swing by themselves when there's no air, no wind in this area at all. ഒരുപാട് പേർ ഈ സ്ഥലത്തെ അവോയ്ഡ് ചെയ്യുന്നു. എന്നാൽ ചില പേർ ഇതെല്ലാം കേൾക്കുമ്പോൾ ആ സ്ഥലത്തോട് അട്രാക്റ്റഡ് ആവുന്നു. ഇനി അവിടുത്തെ ലോക്കലായ ഒരു അമ്മൂമ്മ പറയുന്ന കഥ കേൾക്കാം. ഈ അമ്മൂമ്മയോട് 2 പേർ അവർക്കുണ്ടായ ഒരേ അനുഭവം എന്ന് പറയാണ്. There was an incident that was told to me by 2 different people. They did not know each other. They were not here at the same time, but the story was exactly the same. ഈ 2 പേർക്കും അനുഭവം ഉണ്ടായത് ഡിഫറെന്റ് ടൈമിലാണ്. അതായത് ആദ്യത്തെ ആള് രാത്രി സമയത്ത് ഊഞ്ഞാലിൽ പോയിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഹില്ലിന്റെ മുകളിൽ നിന്നും കുറച്ച് മോങ്സ് വരിവരിയായി നടന്നു പോകുന്നത് കണ്ടു. ഈ മോങ്സ് ആരും ഈ ഊഞ്ഞാലിൽ ഇരിക്കുന്ന ആളുണ്ടെന്ന ഭാവം നടിക്കാതെ എവിടുന്നോ വന്ന് എവിടേക്കോ നടന്നുപോയി. ഇതേ അനുഭവമാണ് മറ്റൊരാളും ഈ അമ്മൂമ്മയുടെ അടുത്തൊന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ആൾക്ക് ഒരു എക്സ്ട്രാ കഥ കൂടെ പറയാനുണ്ടായിരുന്നു. ആ പയ്യൻ ഊഞ്ഞാലിൽ ഇരിക്കുമ്പോൾ ഒരു തരം നീളമുള്ള ഡ്രസ്സ് ഇട്ട ഒരു ചെറിയ പെൺകുട്ടി അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ ആരാണെന്ന് എനിക്കറിയാമെന്ന്. The ghost of a little girl came to him, and he said she was dressed in a beautiful, elaborate dress, and he described it to me. He said the ghost of the little girl walked up to him and said, I know who you are. അയാൾ പിറ്റേ ദിവസം വീട്ടുകാരുടെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഷ്വലായി ഇങ്ങനെ ഒരു വിയേർഡ് അനുഭവം ഉണ്ടായ കാര്യം പറയും. ആ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും ആ കുട്ടി പാരൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്യും. അമ്മ പെട്ടെന്ന് ഓവർവെൽംഡ് ആവും. അമ്മയ്ക്ക് സങ്കടം വരും. അമ്മ റൂമിൽ പോയി ഒരു ഫോട്ടോ എടുത്ത് ആ കുട്ടി